നോക്കാൻ പോകുന്നത് HSST പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏക് സമീൻ അപ്പനി കിസ്കാ ഉപന്യാസ് കെ. ഏക് സമീൻ അപ്പനി ആരുടെ ഉപന്യാസമാണ്? ചിത്രാ മുദ്ഗൽ. ചിത്രാ മുദ്ഗലിൻ്റെ ഉപന്യാസമാണ്. അപ്പം ആ ഉപന്യാസത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എൻ്റെ ഇയർ എന്നാണ്? ഏക് സമീൻ അപ്പനി എന്ന് പറയുന്ന ഉപന്യാസിൻ്റെ ഇയർ 1990 ആണ്, 1990. 1990 ആണ് അതിൻ്റെ ഇയർ. ഏക് സമീൻ അപ്പനി ഉപന്യാസ് കെ പാത്ര ചോദിക്കുകയാണെങ്കിൽ നീത, അങ്കിത അവരൊക്കെയാണ് അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. ചിത്രാ മുദ്ഗലിൻ്റെ വേറൊരു പ്രസിദ്ധമായ ഉപന്യാസമാണ് ആവ. അതിൻ്റെ ഡേറ്റ് 1999 ആണ് ചിത്രാ മുദ്ഗലിൻ്റെ. അപ്പം ഇനി അടുത്ത എക്സാമിന് അത് വേണമെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, बिना तेज के पुरुष की अवश्य अवज्ञा होई, आगे बुच्चे जोम राख की आप चुवै सब कोई. यह दोहा किसका है? ഇതാരുടേതാണ്? തുളസീദാസിൻ്റെയാണ്. തുളസീദാസിനെ കുറിച്ച് നമുക്ക് പിന്നെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. തുളസീദാസ് എന്നുള്ള വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടെ കാണുക. തേർഡ് ക്വസ്റ്റ്യൻ, ब्राज अपभ्रंश से किस भाषा की उत्पत्ति मानी जाती है? അപഭ്രംശം, ഓരോ അപഭ്രംശത്തിൽ നിന്ന് ഏത് ഭാഷ ഉൽപ്പന്നമായി എന്നുള്ള വീഡിയോ ആൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇവിടെ ബ്രാജഡ് അപഭ്രംശത്തിൽ നിന്ന് സിന്ധിയാണ്, സിന്ധി. ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രവാസി കെ ഗീത് കിസ്ക കാവ്യ ഹെ? പ്രവാസി കെ ഗീത് ആരുടെ കാവ്യമാണ്? നരേന്ദ്ര ശർമ്മ. നരേന്ദ്ര ശർമ്മയാണ് ആൻസർ. നരേന്ദ്ര ശർമ്മയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്രവാസി കെ ഗീത് എന്താണ്? കാവ്യസംഗ്രഹം എന്ന് പറഞ്ഞു. അതിൻ്റെ ഡേറ്റ് എന്നാണ്? 1938 ആണ്. 1938 നരേന്ദ്ര ശർമ്മ. അദ്ദേഹത്തിൻ്റെ വേറുള്ള കവിതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീന്ത് ഉഖഡ് ജാത്തി ഹെ. നീന്ത് ഉഖഡ് ജാത്തി ഹെ അദ്ദേഹത്തിൻ്റെ കവിതയാണ്. അത് +1 CBSEയിൽ പഠിക്കാനുള്ളൊരു കവിതയാണ്, നീന്ത് ഉഖഡ് ജാത്തി ഹെ. അല്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നരേന്ദ്ര ശർമ്മ ജന്മ അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലാണ്, ജഹാംഗീർപൂരിലാണ്. ഖുംജ എന്ന സ്ഥലത്ത് ജഹാംഗീർപൂരിൽ ഉത്തർപ്രദേശിലാണ്. ഖുംജ, ഇഖ രണ്ടാമത്തെ ഖയാണ്, ഖർഗോശ് എന്നൊക്കെ ആ ഖ, ഖുംജ. നരേന്ദ്ര ശർമ്മയ്ക്ക് പ്രസിദ്ധ കാവ്യസംഗ്രഹം ഏതൊക്കെയെന്ന് നോക്കാം. പ്രഭാത് ഫേരിയുണ്ട്, പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്ന പ്രവാസി കെ ഗീതുണ്ട്, പലാശവൻ ഉണ്ട്. ഈ പ്രഭാത് ഫേരിയുടെയും പ്രവാസി കെ ഗീതിൻ്റെയും ഇയർ എത്രയാണ്? 1938 ആണ്. അടുത്ത 1939 പലാശവൻ. മിട്ടി അവർ ഫൂലുണ്ട്, ഹംസ്മാല, രക്തചന്ദൻ. ഇതെല്ലാം ആരുടേതാണ്? നരേന്ദ്ര ശർമ്മയുടേതാണ്. നരേന്ദ്ര ശർമ്മ മൂലതഃ ഗീതുകാറാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഗീതുകാറായിട്ടാണ്, അതായത് ഫിലിമി ഗീതൊക്കെ എഴുതുന്ന ഗീതുകാറാണ്. ഉൻകെ അധികാംശ ഗീത് യഥാർത്ഥവാദി ദൃഷ്ടികോൺ സെ ലിഖേ ഗയേ ഹൈ. അദ്ദേഹം യഥാർത്ഥവാദി ദൃഷ്ടികോണിലാണ് എഴുതിയിരിക്കുന്നത്. വേ പ്രഗതിവാദി ചേതന സെ പ്രഭാവിതത. ഏതാണ് അദ്ദേഹത്തിൽ കാണാൻ പറ്റുന്നത്? പ്രഗതിവാദി ചേതനയാണ്. ഉനോനെ പ്രകൃതി കെ സുന്ദർ ചിത്ര ഉഖേരെ ഹൈ. നരേന്ദ്ര ശർമ്മ की ഭാഷ सरल एवं महत्वपूर्ण है. സംഗീതാത്മകത അവർ സ്പഷ്ടത ഉൻകെ ഗീതോं की विशेषता है. അദ്ദേഹം ഒരു പത്രത്തിൻ്റെ സമ്പാദകനായിരുന്നു. ഏത് പത്രത്തിൻ്റെ ആണെന്ന് ചോദിച്ചാൽ അഭ്യുദയ് നരേന്ദ്ര ശർമ്മയുടെ സമ്പാദകത്തിലുള്ള എഡിറ്ററായിട്ടിരുന്ന പത്രമാണ്. പിന്നെ ഈ രക്തചന്ദൻ നമ്മൾ പറഞ്ഞല്ലോ. രക്തചന്ദൻ എന്നതിനെ കുറിച്ചാണ്? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള കവിതയാണ് അദ്ദേഹത്തിൻ്റെ രക്തചന്ദൻ. നരേന്ദ്ര ശർമ്മക്ക് കഹാനി സംഗ്രഹം ചോദിക്കുകയാണെങ്കിൽ കഡ്വി മീട്ടി ബാത്താണ് നരേന്ദ്ര ശർമ്മയുടെ കഹാനി സംഗ്രഹം. പിന്നെ പ്രഭാത് ഫേരി ക പ്രകാശൻ നമ്മൾ പറഞ്ഞല്ലോ 1938 രണ്ടെണ്ണം ഉണ്ട്. പ്രഭാത് ഫേരിയും നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്ന പ്രവാസി കെ ഗീതും. ദ്രൗപദി 1960 ദ്രൗപദി എന്ന് പറയുന്ന കാവ്യം. കഡ്വി മീട്ടി ബാത്ത് ക പ്രകാശൻ 1942. ദൂരദർശൻ കെ ലോകപ്രിയ ധാരാവാഹിക് മഹാഭാരതിക്ക് പട്കഥ നരേന്ദ്ര ശർമ്മയാണ്. നമുക്കെല്ലാം അറിയാവുന്നതായിരിക്കുമല്ലോ. ദൂരദർശനിലെ ലോകപ്രിയ ധാരാവാഹിക് മഹാഭാരത് അറിഞ്ഞൂടാത്ത ആരും കാണത്തില്ല. ആ മഹാഭാരതിൻ്റെ പട്കഥ ആരുടേതാണ്? നരേന്ദ്ര ശർമ്മയുടേതാണ്. അഭ്യുദയ പത്രിക ക സമ്പാദൻ നരേന്ദ്ര ശർമ്മ